ഹായ് എവ്രി വൺ FI UGP MDC മാത്സിൻ്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിവിസിബിലിറ്റി ടെസ്റ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഡിവിസിബിലിറ്റി ബൈ 2 ആണ്. 2 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണെന്ന് നോക്കുക. ഒന്നുകിൽ തന്നിരിക്കുന്ന ഡിജിറ്റിൻ്റെ ലാസ്റ്റ് നമ്പർ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 2 വെച്ച് ആ നമ്പർ എന്തായിരിക്കും, ഡിവിസിബിൾ ആണെന്ന് പറയാം. ഇനി ഡിവിസിബിലിറ്റി ബൈ 3. When the sum of the digits of a number is divisible by 3, then the number is divisible by 3. അതായത് തന്നിരിക്കുന്ന നമ്പർ നമുക്കൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് 1 2 3 3 എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സം എടുക്കുക, അതായത് 1 + 2 + 3 + 3 വിച്ച് ഇസ് ഈക്വൽ ടു 9 ആണ്. 9 എന്താണ്, ഡിവിസിബിൾ ബൈ 3 ആണ്. അതുകൊണ്ട് തന്നെ 1 2 3 3 എന്ന് പറയുന്ന ആ ഒരു നമ്പറും എന്താണ്, 3 വെച്ച് ഡിവിസിബിൾ ആണ്. അടുത്തത് 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണെന്ന് നോക്കുക. ഒന്നുകിൽ തന്നിരിക്കുന്ന ഡിജിറ്റിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്തായിരിക്കണം, 4 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡിജിറ്റിൻ്റെ ലാസ്റ്റ് 2 അതിൽ കൂടുതലോ സീറോസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് തന്ന എക്സാമ്പിൾ നോക്കാം. 6 4 2 8 എന്ന് തന്നിട്ടുണ്ടല്ലേ. 28 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്, അത് 4 വെച്ച് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 6 4 2 8 എന്ന് പറയുന്ന ആ ഒരു നമ്പറും 4 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി 5 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ സിമ്പിളാണ്. ഒന്നെങ്കിൽ ലാസ്റ്റ് നമ്പർ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ 5 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഡിവിസിബിൾ ബൈ 5 ആണ്. ഇനി 6 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണെന്ന് നോക്കുക. 3 വെച്ചിട്ടും 2 വെച്ചിട്ടും ഡിവിസിബിൾ ആണെങ്കിൽ 6 വെച്ചിട്ടും എന്താണ്, ഡിവിസിബിൾ ആണ്. 2ഉം 3യും ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണെന്ന് നോക്കുക, നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണെന്ന് നോക്കുക, സം എടുക്കണം അല്ലേ. 1 + 8 9 ആണ് കിട്ടി. 9 ഡിവിസിബിൾ ബൈ 3 ആണ്. ഇനി അടുത്തത് 2 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. ലാസ്റ്റ് നമ്പർ 8 ആണ്. 8 എന്താണ്, ഈവൻ നമ്പർ ആണ് അല്ലേ. അപ്പോൾ 2 വെച്ച് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി, 3 വെച്ചിട്ടും ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ്, 6 വെച്ചിട്ടും ഡിവിസിബിൾ ആണ്. 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക. എക്സാമ്പിളിലേക്ക് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 658 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലാസ്റ്റ് നമ്പറിൻ്റെ ട്വൈസ് എടുക്കണം, അതായത് 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 16 എന്ന് കിട്ടി. ആ കിട്ടിയ 16നെ നമ്മൾ എക്സാമ്പിൾ തന്നിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ 8ൻ്റെ ട്വൈസ് ആണ് എടുത്തത്. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് 16നെ കുറയ്ക്കണം. ബാക്കിയുള്ള നമ്പർ, അതായത് 8ൻ്റെ മുന്നിലുള്ള നമ്പേഴ്സ് ആരൊക്കെയാണ്, 65 ആണല്ലേ. അപ്പോൾ 65 - 16 = 49. ആ 49 7 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ 658 എന്ന് പറയുന്ന ആ ഒരു നമ്പറും 7 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്താവണം, തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് 3ഓ അതിൽ കൂടുതലോ സീറോസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലും 8 വെച്ച് ഡിവിസിബിൾ ആണ്. നമുക്കിവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് 2256 എന്ന് പറയുന്ന ഒരു നമ്പർ. അതിൽ 256 എന്താണ്, 8 വെച്ച് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 2256 എന്ന് പറയുന്ന നമ്പറും 8 വെച്ച് ഡിവിസിബിൾ ആണ്. 9 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ ഡിവിസിബിലിറ്റി ബൈ 3 നോക്കിയില്ലേ, അതിൻ്റെ സെയിം പ്രൊസീജിയറാണ് ഇവിടെയും വരുന്നത്. എല്ലാ ഡിജിറ്റ്സിൻ്റെയും സം എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയത് 36 ആണ്. അതെന്താണ്, 9 വെച്ച് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിലെ നമ്പർ 936819 എന്ന് പറയുന്ന ആ ഒരു നമ്പറും എന്താണ്, 9 വെച്ച് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലാക്കാം. 10 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ് നോക്കിയാൽ മതി. വലിയ നമ്പർ ആയിക്കോട്ടെ, ചെറിയ നമ്പർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ 10 വെച്ച് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലാക്കാം. 11 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഓഡ് പ്ലേസിലുള്ള നമ്പേഴ്സിൻ്റെ സം എടുക്കണം. അതിനുശേഷം ഈവൻ പ്ലേസിലുള്ള നമ്പേഴ്സിൻ്റെ സം എടുക്കുക. ആ രണ്ട് സം ചെയ്ത് കിട്ടുന്ന ഡിജിറ്റ്സും കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 11 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്താണ്, 11 വെച്ച് ഡിവിസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ട് 38797 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പ്ലേസസ് അടയാളപ്പെടുത്താണ് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട്. ഇതിൽ സർക്കിൾ ചെയ്ത നമ്പേഴ്സ് എന്താണ്, ഓഡ് നമ്പേഴ്സാണ്. അതുപോലെ സർക്കിൾ ചെയ്യാത്ത നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സുമാണ്. അപ്പോൾ ഓഡ് പ്ലേസിലുള്ള ആൾക്കാരെയും ഈവൻ പ്ലേസിലുള്ള ആൾക്കാരെയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓഡ് പ്ലേസിലുള്ള ആൾക്കാരാണ്
3, 7, 7. അപ്പോൾ 3 + 7 + 7 = 17. പിന്നെ ഈവൻ പ്ലേസിലുള്ള ആൾക്കാരുടെ സം എടുക്കണം. 8 + 9 = 17. പിന്നെ എന്ത് ചെയ്യണം? അതിനെ രണ്ടിനെയും കൂടെ കുറയ്ക്കണം. 17 - 17 എന്താ കിട്ടിയത്? 0 ആണ്. അപ്പോൾ എന്താണ്? ഡിവിസിബിൾ ബൈ 11 ആണ്. ഇനി 0 അല്ലാതെ 11 വെച്ച് ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സാണ് വരുന്നതെങ്കിലും നമുക്ക് എന്ത് പറയാം? ഡിവിസിബിൾ ബൈ 11 ആണെന്ന് പറയാം. 12 വെച്ചിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ 3 വെച്ചിട്ടും 4 വെച്ചിട്ടും ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ 14 വെച്ചിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ 7 വെച്ചിട്ടും 2 വെച്ചിട്ടും ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് 15ൻ്റെ കേസിലും. ഡിവിസിബിൾ ബൈ ബോത്ത് 5 ആൻഡ് 3. 5 വെച്ചിട്ടും 3 വെച്ചിട്ടും ഡിവിസിബിൾ ആണെങ്കിൽ 15 വെച്ചിട്ടും ഡിവിസിബിൾ ആണ്. 16 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് 16 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഡിവിസിബിൾ ബൈ 16 ആയിരിക്കും. ഇനി 18ൻ്റെ കേസിലാണെങ്കിൽ ഒന്നെങ്കിൽ ആ നമ്പർ ഈവൻ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ 9 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡിവിസിബിൾ ബൈ 18 ആയിരിക്കും. ഇനി 25ൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്? ഒന്നെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 25 ആയിരിക്കണം. 125ൻ്റെ കേസിലാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 125 ആയിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 125 ആയിരിക്കും. ഇത്രയാണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് വരുന്നത്. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പാർട്ട് 4 കാണാം. താങ്ക് യു.